ഹലോ എവരിബഡി, ദിസ് ഇസ് ജിറ്റോസ് ഡീമൻ. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഹീറോയുടെ ഏറ്റവും പുതിയ എക്സ്പൾസ് 210 ആണ്. സോ പഴയ എക്സ്പൾസ് 200 വെച്ചിട്ട് ഈ 210ലുള്ള മേജർ ഡിഫറൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പഴയ 200 വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ 210 വൈഡ് സീറ്റാണ്. അതുപോലെ തന്നെ ടാങ്കിൻ്റെ ഡിസൈനൊക്കെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. പഴയ 200 വെച്ച് നോക്കി കഴിയുമ്പോൾ ഇതിനുള്ളിലെ ഏറ്റവും മേജർ ഡിഫറൻസ് ഇതിൻ്റെ എൻജിൻ തന്നെയാണ്. 210cc എഞ്ചിനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും വെറും 10cc വ്യത്യാസമല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ ആ ഒരു 10cc വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഹീറോയുടെ എഞ്ചിനും ഈ എഞ്ചിൻ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് കരിസ്മയുടെ 210cc ലിക്വിഡ് കൂൾ 4 വാൽവ് DOHC എഞ്ചിൻ. പഴയ എക്സ്പൾസ് 200 എഞ്ചിൻ കംപ്ലൈൻറ്റ് കൂടുതലായിരുന്നു. അത് വെച്ച് നോക്കി കഴിയുമ്പോൾ ഈ കരിസ്മയുടെ എഞ്ചിൻ കംപ്ലീറ്റ്ലി റിഫൈൻഡുമാണ്. ഹീറ്റിംഗ് ഇഷ്യൂ വളരെ കുറവാണ്. സോ 220mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിനുള്ളത്. അതിൻ്റെ കാലം വേണ്ട, ഇത്രയ്ക്കും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. വണ്ടി നേരെ വെച്ച് കഴിയുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടാവും. സോ എനിക്ക് സുഖമായിട്ട് കിടക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇഞ്ഞൊഴിഞ്ഞ അടിയിലേക്കും പോകാൻ പറ്റും വണ്ടി നേരെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. സോ അത്രയ്ക്കും ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ പുതിയ എക്സ്പൾസ് 210 ഉണ്ട്. പിന്നെ പഴയ എക്സ്പൾസ് വെച്ച് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷൻ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇറ്റ് ഹാസ് ലിങ്കേജ് സസ്പെൻഷൻ. അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്കാണെങ്കിലും സുഖമായിട്ട് കാല് കുത്താൻ പറ്റും. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഈ വണ്ടിയിൽ ഇരുന്നിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. പഴയ എക്സ്പൾസ് വെച്ച് നോക്കി കഴിയുമ്പോൾ ഈ പുതിയ 210 ഓൾമോസ്റ്റ് 5.8 bhp ആൻഡ് 3.8 Nm ടോർക്കും കൂടുതലാണ്. സോ ദാറ്റ് ഈസ് അനദർ മേജർ ഡിഫറൻസ്. വണ്ടിക്ക് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അപ്പോൾ പവർ ഡിഫറൻസ് ശരിക്കും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓൾഡ് എക്സ്പൾസ് ഹാസ് 5 സ്പീഡ് ഗിയർ ബോക്സ് ആൻഡ് ഇതിന് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഇത് 0 to 100 ലെസ് ദാൻ 10 സെക്കൻഡ്സിനുള്ളിൽ കയറും. സോ അത്രയ്ക്കും പവർ ഡിഫറൻസ് പുതിയ എക്സ്പൾസ് 210 ഉണ്ട്. പുതിയ 210 ഇതിൻ്റെ പോക്കറ്റ് സൈസ് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 0 to 60 വളരെ ഫാസ്റ്റായിട്ട് കയറും. ഇത് എക്സ്പൾസ് 210 പ്രോ വേരിയൻ്റ് ആണ്. അപ്പോൾ ഗ്രാബ് റെയിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ എക്സോ സൗണ്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് പുതിയ 210 എക്സോ സൗണ്ടാണ്. സോ അത് നമുക്കൊന്ന് കേൾക്കാം. വളരെ ബ്യൂട്ടിഫുൾ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ സൗണ്ട്. അല്ലേ എങ്ങനെയുണ്ട് ഈ സൗണ്ട്? സെറ്റല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പൊടിച്ചോടിക്കാം. അത് വളരെ ഒരു പ്രോ ആണ്. എനിക്കൊരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വെക്കാതെ ഇതുപോലെ ഇരുന്നിട്ട് നല്ല സൗണ്ട് കിട്ടുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ റെയറാണ്. അത് എനിക്ക് 210cc കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. സോ ഞാൻ ഈ പുതിയ എക്സ്പൾസ് 210 എടുത്തേക്കുന്നത് ഹീറോയുടെ മെഗാ മോട്ടോഴ്സിൽ നിന്നാണ്. ആലയിലുള്ള ഹീറോയുടെ മെഗാ മോട്ടോഴ്സിൽ നിന്നാണ് എടുത്തേക്കുന്നത്. സോ ഇത് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 130-140 റേഞ്ചിൽ കിടക്കുന്നുണ്ട്. അതിന് കൂടുതൽ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഞാൻ വണ്ടി എടുത്തിട്ടുള്ളൂ. 7000 RPM മുകളിൽ ഞാനിപ്പോൾ അങ്ങനെ അധികം കൊണ്ടുപോകണില്ല. ഫസ്റ്റ് സർവിന് ശേഷം ഞാൻ മാക്സിമം ടോപ്പ് സ്പീഡ് എത്ര എടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ വീഡിയോക്ക് ഞാൻ എന്തായാലും ഇടാം. സോ ടോപ്പ് സ്പീഡ് നിയർലി ഒരു 130-140 അതിന് മുകളിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കാം. അതിന് കം സൂൺ പുതിയ വീഡിയോസിൽ എന്തായാലും വരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ മൈലേജ് ഓൾമോസ്റ്റ് നിയർലി 35 to 38 ആണ് ഒരു ഹൈവേയിൽ വരുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല കാട് പ്രദേശമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നന്നായിട്ടുണ്ട്. ഇപ്പോൾ സിറ്റിയിലൊക്കെ വണ്ടി പോവുകയാണെങ്കിൽ നിയർലി 35 മൈലേജാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. ഞാനിപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് കുറച്ച് റാഷായിട്ട് ഓടിക്കുന്നതുകൊണ്ട് നിയർലി 32 റേഞ്ചിലാണ് കിട്ടുന്നത്. ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഏകദേശം മൈലേജ് 32, പിന്നെ സിറ്റിയിൽ പോകുമ്പോൾ 35, ഹൈവേയിൽ പോകുമ്പോൾ 37 to 38 കിട്ടും. ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് 40+ എന്തെങ്കിലും കിട്ടും. 43, 44 റേഞ്ചിൽ വരെ ഓൾമോസ്റ്റ് ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് അത്രയ്ക്ക് മൈലേജ് കിട്ടും. ദി ന്യൂ എക്സ്പൾസ് 210 ഹാവ് ഡ്യുവൽ ചാനൽ ABS. ഇപ്പോൾ ഈ വണ്ടിക്കുള്ളത് ഡ്യുവൽ ചാനൽ ABS ആണ്. സോ അതെന്തൊക്കെയാണ് നമുക്ക് കാണാം. സോ ഇതാണ് ഇതിൻ്റെ TFT ഡിസ്പ്ലേ. ഇപ്പോൾ ഞാനത് ഓൺ ആക്കാണ്. സോ ഹീറോ എക്സ്പൾസ് സി ആ ഒരു TFT ഡിസ്പ്ലേ ഇസ് റിയലി ലുക്കിംഗ് റിയലി ഗുഡ്. അപ്പോൾ നമുക്കതിൻ്റെ
ഓൾമോസ്റ്റ് ഫസ്റ്റ് ABSൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ കിടക്കുന്നത് റോഡ് ഓപ്ഷനിലാണ്. അപ്പോൾ ഈ സമയത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ABS ഓണാണ്. സോ നമുക്കിനി ബാക്കി ഓപ്ഷൻസ് കാണാം. ഓക്കെ, സോ ABS മോഡ് റോഡാണ് ഇപ്പോൾ കിടക്കുന്നത്. നെക്സ്റ്റ് ഓപ്ഷനാണ് ട്രെയിൽ ഓപ്ഷൻ കിടക്കുന്ന സമയത്ത് ബാക്കിലെ ABS കംപ്ലീറ്റ്ലി ഓഫായിരിക്കും, ഫ്രണ്ടിലെ ABS ലോവേഡ് ആയിരിക്കും. കംപ്ലീറ്റ്ലി ഓഫല്ല, പക്ഷേ ഫ്രണ്ടിലെ ABS ഒന്ന് ABS പവർ കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓഫ് റോഡാണ്. അപ്പോൾ ഓഫ് റോഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് ABS കംപ്ലീറ്റ്ലി ഓഫായിരിക്കും. നമ്മുടെ പുതിയ എക്സ്പൾസ് സ്യൂട്ടിൻ്റെ ഇലക്ട്രോണിക്സ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തിങ് നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു റേഞ്ച് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇത്രയ്ക്കും വെയിലാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പാസ് ഒന്ന് ഇട്ട് നോക്കാണ്. കണ്ടോ, ആ ഒരു മരത്തിലേക്ക് നോക്കിക്കോ, ഞാൻ പാസ് ഓൺ ആക്കാണ്. സോ അത്രയ്ക്കും ബ്രൈറ്റ്നസ് ഉണ്ട്. ഇത്രയ്ക്കും വെയിലത്താണെങ്കിൽ പോലും ആ ഒരു ബ്രൈറ്റ്നസ് അത്രയ്ക്കുണ്ട്. സോ ഇറ്റ്സ് ആസ് എ റിയലി ഗുഡ് ഹെഡ്ലൈറ്റ്. പിന്നെ ഇതിൻ്റെ TFT ഡിസ്പ്ലേയിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സീ. ഇപ്പോൾ ഞാൻ ABSൻ്റെ എന്തെങ്കിലും പറഞ്ഞു. ഇനി കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് 1, ട്രിപ്പ് 2 അങ്ങനത്തെ കുറച്ചധികം ഫീച്ചേഴ്സ് കിടക്കുന്നുണ്ട്. സോ പിന്നെ നമുക്ക് ഡിസ്പ്ലേ ഓപ്ഷൻസ് നോക്കാം. അപ്പിയറൻസ്, ബ്രൈറ്റ്നസ്, വിഡ്ജറ്റ്, ഡേറ്റ് ആൻഡ് ടൈം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റാം. കണക്ടിവിറ്റി, ഓക്കെ. അങ്ങനെ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള പുതിയ ട്യൂട്ടറിലുള്ള സെറ്റിങ്സ്. എക്സ്പൾസ് ട്യൂട്ടറിൻ്റെ ഹെഡ്ലൈറ്റിലേക്ക് നമ്മൾ പോകാം. സോ ദിസ് ഈസ് എ റിയലി ബ്യൂട്ടിഫുൾ എല്ലാം. ഇപ്പോൾ 2 പ്രൊജക്ടേഴ്സ് ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാബ് ബാർ ഉണ്ട്. അപ്പോൾ ഇതിന് മേജർ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓഫ് റോഡ് പോയി സ്റ്റക്ക് ചെയ്തേക്കാന്ന് വെക്കാം, ഏതെങ്കിലും കല്ലിൻ്റെ ഇടയിൽ പെട്ട് കിടക്കാന്ന് വെക്കാം, നമുക്ക് ആരുടെയെങ്കിലും സപ്പോർട്ട് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ വണ്ടി തള്ളിയെടുക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇപ്പോൾ ആരെങ്കിലും സപ്പോർട്ടിന് വരാണെങ്കിലും നമ്മളിപ്പോൾ ഹാൻഡിലും പിടിച്ചിട്ടായിരിക്കും പൊക്കാൻ നിൽക്കണേ, ചിലപ്പോൾ ക്രാഷ് ഗാർഡും പിടിച്ചിട്ടായിരിക്കും പൊക്കാൻ നിൽക്കണേ. പക്ഷേ അത് വെച്ച് നോക്കി കഴിയുമ്പോൾ ഈ ഹെഡ്ലൈറ്റിന് മുന്നിലുള്ള ഈ ഒരു ബാറാണ് ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക, ഇങ്ങനെയാണ് വലിച്ച് കയറ്റാൻ പറ്റും. ഇപ്പോൾ ഗിയറിലാണ് കിടക്കണേ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ കനാലിൽ വിടാനായിട്ട്. സോ ഇങ്ങനെ ആ ഹെഡ്ലൈറ്റിന് ഫ്രണ്ടിൽ ബാറും പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഓഫ് റോഡ് കിടക്കുകയാണെങ്കിലും നമുക്കൊരു സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വലിച്ച് കയറ്റാൻ പറ്റും. സോ ദിസ് ആസ് എ റേസ് വിൻഷീൽഡ്. ഇപ്പോൾ അത് പ്രോ വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റേസ് വിൻഷീൽഡ്. ഇപ്പോൾ എക്സ്പൾസ് സ്യൂട്ടിൻ്റെ ബേസ് വേരിയൻ്റ് ആണെങ്കിൽ ഇത്രയ്ക്കും റേസ്ഡ് ആയിട്ടുള്ള വിൻഷീൽഡ് ഇല്ല. ഇത്രയ്ക്കും ഹൈറ്റിലുള്ള ഒരു ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒരു, ഇപ്പോൾ 2 കളറാണുള്ളത്, റെഡ് ആൻഡ് വൈറ്റ് കളറാണ് എന്ന് വെച്ചാൽ ബേസ് വേരിയൻ്റ്. അപ്പോൾ ആ ഒരു കളറിൽ തന്നെ ഒരു സിമ്പിൾ പ്രൊട്ടക്ഷൻ എന്നൊരു പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സോ ദ പ്രോ വേരിയൻ്റ് ആസ് എ റേസ്ഡ് വിൻഷീൽഡ്. പിന്നെ ഓഫ് കോഴ്സ് ഈ ഒരു ബീക്ക്, ഓഫ് കോഴ്സ് ഇറ്റ്സ് റിയലി ലുക്കിംഗ് ഗുഡ്. സോ ഈ ഒരു ബീക്കിന് താഴെയുള്ള ഇത്രയ്ക്കും ഗ്യാപ്പ് കണ്ടോ, ഈ ഇത്രയ്ക്കും ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു എക്സ്പൾസ് സ്യൂട്ടിൻ്റെ ലുക്ക് തന്നെ കംപ്ലീറ്റ്ലി മാറാണ്. ഒരു വലിയ വണ്ടി എന്നൊരു ഫീലാണ് ഈ ഒരു ബീക്കിന് താഴെയുള്ള ഇത്രയ്ക്കും ഗ്യാപ്പ് വരുമ്പോൾ തന്നെ കാണുന്നത്. 41 mm ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. സോ ഗട്ടറൊന്നും ചാടുന്ന അങ്ങനെ ഒട്ടും അറിയില്ല. പിന്നെ ഉള്ളത് ഇതിൻ്റെ 21 inch സ്പോക്ക് വീൽസ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് ട്യൂബ്ഡ് സ്പോക്ക് വീൽസ് ആണ്. അപ്പോൾ മെയിനായിട്ടും ട്യൂബ്ലെസ് അല്ലാതെ ട്യൂബ്ഡ് സ്പോക്ക് വീൽസിനെ വെക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഓഫ് റോഡ് പോകുന്ന സമയത്ത് കല്ലുമൊക്കെ തട്ടും. ഈ കല്ലുമൊക്കെ ചാടുന്ന സമയത്ത് തട്ടാണെങ്കിൽ ഇപ്പോൾ റിമ്മൊക്കെയും ബെൻഡാവും. ഇപ്പോൾ റിമ്പും ബെൻഡാവുന്ന സിറ്റുവേഷനിൽ ട്യൂബ്ലെസ് ആണെങ്കിൽ അതിൽ കൂടെ എയർ ലീക്ക് നന്നായിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ട്യൂബ്ഡ് ആണെങ്കിൽ വല്ല ഓഫ് റോഡും പോയി കല്ലുമ്മ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റിമ്മിൽ ബെൻഡ് വന്നാലും ഉള്ളിൽ ട്യൂബ്ഡായി ഇരിക്കുന്നതുകൊണ്ട് തന്നെ എയർ ലീക്ക് അങ്ങനെ വരില്ല. നമുക്ക് പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്യാവുന്ന കേസുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ട്യൂബ്ലെസ് വേണമായിരുന്നു എന്ന് പറയുന്ന രീതിയിൽ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിലും ട്യൂബ്ഡാണ് ചില സിറ്റുവേഷനിൽ ഏറ്റവും നല്ലത്. ഇതാണ് ഈ ട്യൂട്ടൻ്റെ നക്കിൾ ഗാർഡ്. ഇപ്പോൾ ഭയങ്കര വലിപ്പമുള്ള നക്കിൾ ഗാർഡല്ല, ഒരു ചെറിയതാണ്. അങ്ങനെ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഒക്കെ ഉണ്ട്. സ്ട്രോങ് ആണ് എന്ന് വെച്ചാൽ വലിയ സ്ട്രോങ് അല്ല, പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി 13 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ പുതിയ ട്യൂട്ടനിലുള്ളത്. ഇതാണ് ഈ വണ്ടിയിലുള്ള USB ചാർജിങ് പോർട്ട്. സോ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമ്മുടെ നോർമൽ USB ചാർജിങ് പോർട്ടാണിത്. സോ അപ്പോൾ ഫോൺ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇനി സെപ്പറേറ്റ് ആയിട്ട് ഒരു കണക്ഷൻ കൊടുത്ത് വയറിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വണ്ടിയുമ്പോൾ തന്നെ ഇമ്പിൾഡായിട്ട് കിടക്കുന്നുണ്ട്. ഏകദേശം നിയർലി 170 kg ആണ് ഈ ഒരു പുതിയ എക്സ്പൾസ് ട്യൂട്ടനുള്ളത്. നോട്ട് റിയലി ഹെവി, ഭയങ്കര ഒരു ഹെവി അല്ല. ഇപ്പോൾ ഹിമാലയനും മറ്റേതൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് നന്നായിട്ട് വണ്ടീനെ ഹാൻഡിൽ ചെയ്യാം. സോ ഒരു ലൈറ്റ് വെയിറ്റ് ആണ്. ഓഫ് റോഡ് വണ്ടി നോക്കി കഴിയുമ്പോൾ കംപ്ലീറ്റ് ലൈറ്റ് വെയിറ്റ് ആണ്.
പിന്നെ ഇതിൻ്റെ ആക്സിലേറ്റർ കേബിൾ. ഇപ്പോൾ ത്രോട്ടിൽ കൊടുക്കുന്നതിനും അപ്പോൾ ത്രോട്ടിൽ ഡൗൺ കൊടുക്കുന്നതിനും വേണ്ട രീതിയിൽ കേബിൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിലും തിരിച്ച് റോൾ ഡൗൺ ചെയ്യുമ്പോഴും അതനുസരിച്ച് കയറാനും കുറയാനുള്ള രീതിയിൽ ആക്സിലേറ്റർ കേബിളിലുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. പിന്നെ എക്സോസ്റ്റ്. സോ ഈ എക്സോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫ്കോഴ്സ് നല്ല രീതിയിൽ ഇപ്പോൾ വെള്ളത്തിൽ കൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ വെള്ളം കയറാതിരിക്കാനുള്ള രീതിയിൽ തന്നെ എക്സോസ്റ്റിൻ്റെ ഹൈറ്റ് നല്ല രീതിയിൽ പൊക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയ്ക്കൊക്കെ ഏകദേശം വെള്ളത്തിലേക്ക് വേണമെങ്കിൽ ഓടിച്ച് പോകാം. വലിയ റിസ്ക് ഒന്നും എടുക്കുന്നെങ്കിലും എക്സ്പെർട്സ് ഹാസ് ദാറ്റ് ഓപ്ഷൻ. എന്നാൽ എക്സ്പെർട്സ് അത്രയ്ക്ക് വാട്ടർ റൈഡിങ് ക്വാളിറ്റി കിടക്കുന്നുണ്ട്. അപ്പോൾ വാട്ടർ ക്രോസിങ്ങിന് വേണ്ടി തന്നെയാണ് ഇത്രയ്ക്കും ഹൈറ്റിൽ എക്സോസ്റ്റ് വെച്ചേക്കുന്നത്. പിന്നെ ഈ ചൂട് എന്തായാലും ആ എക്സോസ്റ്റിൻ്റെ ചൂട് എന്തായാലും നമുക്ക് ബാക്കിലെ പില്ലിയൺ എന്തായാലും ഒന്നും അടിക്കാൻ പോകുന്നില്ല. കാരണം അതിന് വേണ്ടി തന്നെയായിട്ട് ഒരു പ്രൊട്ടക്ടർ എന്ന രീതിയിൽ ഒരു ഫൈബർ കിടക്കുന്നുണ്ട്. അപ്പോൾ പില്ലിയൺ ഇരിക്കുകയാണെങ്കിലും ബാക്കിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ പോലും ആ ഒരു എക്സോസ്റ്റിൻ്റെ ചൂട് ഒരിക്കലും ഈ വണ്ടിയും എന്തായാലും കിട്ടൂല. പിന്നെ ചൂട് കിട്ടുന്ന ഒരു ചെറിയൊരു നെഗറ്റീവ് 210 ആകെ എനിക്ക് കണ്ടതിൽ ഒരേ ഒരു നെഗറ്റീവ്, ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ആകെ ഒരു ഫീൽ ചെയ്തൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് പില്ലിയൺ ഹീറ്റ് കിട്ടില്ല, പക്ഷേ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഹീറ്റ് ചെറുതായിട്ട് കിട്ടും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഹീറ്റിംഗ് കുറയുമെന്നാണ്. എത്ര രീതി കുറയുമെന്ന് അറിയില്ല, ബട്ട് കുറയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഒരു വീഡിയോയിൽ ഞാൻ പറയും. എപ്പോഴെങ്കിലും വണ്ടി ഓടിക്കുന്ന സമയത്ത് ഏതെങ്കിലും വീഡിയോയിൽ പറയും ഫസ്റ്റ് സർവീസിന് ശേഷം ഡെഫിനറ്റ്ലി ഹീറ്റിംഗ് കുറഞ്ഞു എന്ന് ഞാൻ പറയും. ഇപ്പോൾ ഈ ഒരു പൈപ്പ് ഇപ്പോഴും ചൂടുണ്ട്. അപ്പോൾ ഇവിടെയാണ് മെയിനായിട്ടും ഈ എൻജിൻ്റെ ഹീറ്റിംഗ് വന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ള കാലുമ്പോൾ ഹീറ്റിംഗ് കിട്ടുന്നില്ല. എനിക്ക് ആകെ വണ്ടി ഇപ്പോൾ ഓടിച്ചതിന് ശേഷം വണ്ടിയുടെ ഹീറ്റിംഗ് എനിക്ക് കിട്ടിയേക്കണത് എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള കാലി തൊട ഭാഗത്തേക്കാണ് എനിക്ക് ഹീറ്റിംഗ് കിട്ടിയത്. മെയിനായിട്ടും ഈ എൻജിൻ്റെ അവിടെ ഹീറ്റ് ആവുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു പൈപ്പാണ് മെയിനായിട്ടും ഈ ഒരു എൻജിൻ്റെ ഹീറ്റ് ഏറ്റവും കൂടുതൽ പിടിക്കണത്. ആ ഒരു ഹീറ്റിംഗ് എനിക്ക് മെയിനായിട്ടും ഈ കാലുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടേക്കും തൊട്ട് കഴിഞ്ഞാൽ പോലും ചെറുതായിട്ട് ഒരു ഹീറ്റിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു കുഞ്ഞൊരു നെഗറ്റീവാണ്, ബട്ട് ദാറ്റ്സ് ദ ഓൺലി നെഗറ്റീവ് ഐ ക്യാൻ ഫൈൻഡ് ഇൻ ദിസ് എക്സ്പ്രസ് 210. അപ്പോൾ നമ്മളുടെ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ഹീറ്റിംഗ് കിട്ടാന്ന് പറയാൻ മനസ്സിലാവുമല്ലോ. നമുക്ക് ഫ്യൂച്ചറും വേണം, ഫ്യൂച്ചറിലും പണി കിട്ടാൻ പാടില്ല. അപ്പോൾ അതൊരു നല്ല രീതിയിൽ എക്സ്പൾസ് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പൈപ്പിനെ മറ്റേ അത്യാവശ്യം ഇൻസുലേറ്റ് ചെയ്യുന്ന വല്ല പൈപ്പൊക്കെയും എക്സ്പൾസ് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഫ്യൂച്ചർ കളയാൻ വയ്യ. ഇതിലുള്ള വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ്സ് ആണ് ഉള്ളത്. സോ അതെന്താ സംഭവം എന്ന് പറയാം. ഇപ്പോൾ നല്ല അത്യാവശ്യം വെയിലുള്ള ഒരു ആംബിയൻസ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ഹെഡ് ലാമ്പിലുള്ള ഈ ഒരു 2 DRL പോലെ 2 ലൈറ്റാണ് കാണുന്നത്. ഇപ്പോൾ ഞാൻ പാസ് ഇടുന്ന സമയത്ത് ഈ ലൈറ്റ് ഓൺ ആവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ്ലി രാത്രി ആവുകയാണെങ്കിൽ പാസ് ഒന്നും ഇടാതെ തന്നെ ഇതിൻ്റെ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേയുടെ മുകളിൽ ഇപ്പോൾ കൈ വയ്ക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ലൈറ്റ് സ്വിച്ചിങ് ഒരു സംഭവം ഉണ്ട് ഡിസ്പ്ലേമോ. അപ്പോൾ ഇങ്ങനെ കൈ വയ്ക്കുകയാണെങ്കിൽ ആ ടൈമിൽ ഓട്ടോമാറ്റിക്കലി ഈ ലൈറ്റ് ഓൺ ആവും. അതെങ്ങനെ ഓൺ ആവണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വണ്ടി ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഡിസ്പ്ലേയുടെ മുകളിൽ ഇപ്പോൾ കൈ വയ്ക്കുകയാണ്. ലൈറ്റ് സെൻസിങ് ആയിട്ടുള്ള ഒരു ഏരിയയുടെ മുകളിൽ ഞാനിപ്പോൾ കൈ വയ്ക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ TFT ഡിസ്പ്ലേയിലേക്ക് കൂടി പോവാം. സോ ഇതാണ് ഇതിൻ്റെ TFT ഡിസ്പ്ലേ. TFT ഡിസ്പ്ലേയുടെ ഇപ്പോൾ സ്ക്രീനിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ആണ്. ഇപ്പോൾ ഓട്ടോ ഓപ്ഷനിലാണ് കിടക്കുന്നത്. ഞാനിപ്പോൾ ഡിസ്പ്ലേയുടെ മുകളിൽ ഇങ്ങനെ കൈ വയ്ക്കുകയാണ്. കണ്ടോ, ഡിസ്പ്ലേ ലൈറ്റ് പതുക്കെ കുറഞ്ഞു. ഇനി കംപ്ലീറ്റ്ലി ഡിസ്പ്ലേ ലൈറ്റ് സെൻസ് ചെയ്യാത്തപ്പോൾ ബ്ലാക്ക് ആവും. കണ്ടോ, വൈറ്റ് ഡിസ്പ്ലേ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ്സിൻ്റെ ഡിറ്റക്ഷൻ. അപ്പോൾ അതോടുകൂടി TFT ഡിസ്പ്ലേ നമ്മുടെ കണ്ണിനൊരു അരോചകമാവാത്ത രീതിയിൽ രാത്രിയിൽ ഇങ്ങനത്തെ ഡിസ്പ്ലേ ആയിട്ട് ഓട്ടോമാറ്റിക്കലി മാറും. പഴയ 200 വെച്ച് കഴിഞ്ഞിട്ട് വൈഡർ സീറ്റാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പക്ഷേ ഈ ഒരു വൈഡർ സീറ്റിലും ഇതിൻ്റെ പാഡിങ് കണ്ടോ, ബിക്കോസ് ഇറ്റ്സ് ഹാവ് എ റിയലി ഗുഡ് പാഡിങ്. ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ പില്ലിനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കിടക്കുന്ന ആ ലിങ്കേജ് സസ്പെൻഷനില്ലേ, ആ ലിങ്കേജ് സസ്പെൻഷൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടണത് ബാക്കിലുള്ള പില്ലിനാണ്. ബാക്കിലുള്ള പില്ലിയൻ ഈ ഗട്ടർ ചാടുന്നൊന്നും ഒട്ടും അറിയാനും പോകുന്നില്ല. അതുപോലെ തന്നെ പില്ലിയൻ അത്യാവശ്യം നല്ല സുഖമായിട്ട് ഇതിന് ഒരു അത്യാവശ്യം നല്ല സുഖമായിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല പാഡിങ് തന്നെ പില്ലിയൻ സീറ്റും കിടക്കുന്നുണ്ട്. പിന്നെ വണ്ടിയിൽ കിടക്കുന്നത് വേറെ ഉള്ളതെന്ന് വെച്ചാൽ ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഇതാണ് എക്സ്പൾസ് 210ൻ്റെ ഡാഷ് ലൈറ്റ്. അത്യാവശ്യം സ്ട്രോങ് ആണ്. ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം വലിയ കല്ലൊക്കെ തട്ടാണെങ്കിലും വണ്ടിയുടെ എൻജിനോ അല്ലാതെ എന്തെങ്കിലും പറ്റാതിരിക്കാനായിട്ട് ഈ ബാഷ് ലൈറ്റ് ഓൾമോസ്റ്റ് എല്ലാ രീതിയിലും പ്രൊട്ടക്ട് ചെയ്തേക്കും. പിന്നെ ഇതിൻ്റെ വില ഞാനിപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പോൾ
പഴയ 200 വെച്ച് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് നിയർലി 37,000 രൂപ മാത്രമേ ഉള്ളൂ ഈ പുതിയ 210 വില കൂടുന്നത്. 35,000 റുപ്പീസ് മാത്രമാണ് പഴയ 200 നിന്ന് 210 പ്രൈസ് ഡിഫറൻസ്. നിയർലി 2,30,000 രൂപ ഓൺ റോഡ് വരും. കൊച്ചിയിൽ വെച്ചിട്ട് ഓൾമോസ്റ്റ് നിയർലി 2,30,000 രൂപ ഓൺ റോഡ് പുതിയ എക്സ്പ്രസ് 210 പ്രൈസ്. സോ ഇനി ഇതിൻ്റെ ഫുഡ് പെക്സിലേക്ക് പോവാം. സോ ഈ ഫുഡ് പെക്സിന് ചുറ്റും കണ്ടോ ടീപ്സ് പോലെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ റബ്ബർ ഉണ്ടല്ലോ, ഈ സാധനം കംപ്ലീറ്റ്ലി റീപ്ലേസബിൾ ആണ്. കണ്ടോ, കംപ്ലീറ്റ്ലി റീപ്ലേസബിൾ ആയ ഒരു പീസാണ്. നമുക്ക് ഇതിപ്പോൾ ഏകദേശം തേഞ്ഞ് പോയാലും വേറൊരു പീസ് നമുക്ക് കൊണ്ടായി ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഓഫ് റോഡിലേക്ക് പോകുന്ന സമയത്ത് നല്ല ഗ്രിപ്പിന് വേണ്ടി ഈ ടീപ്സും കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ റബ്ബർ പീസ് നമുക്ക് തിരിച്ചെങ്ങനെ വെക്കാം. സോ അപ്പോൾ അങ്ങനെ ഒരു ഫുഡ് പെക്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ്, ഇപ്പോൾ പഴയ സൈഡ് സ്റ്റാൻഡിനേക്കാളും കുറച്ചും കൂടി വൈഡർ ബേസ് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കല്ലുമ്മയോ അല്ലെങ്കിൽ ഇപ്പോൾ വല്ല കുഞ്ഞ് സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കുഴിഞ്ഞു പോലെ പോകാതിരിക്കാൻ തന്നെ അത്യാവശ്യം വൈഡർ ആയിട്ടുള്ള സ്റ്റാൻഡാണ് ഇപ്പോൾ എക്സ്പ്രസ് 210 അങ്ങനെ പുതിയ എക്സ്പ്രസ് 210 ഓഫ് റോഡ് അത്യാവശ്യം പോയി. ഇപ്പോൾ ABS ഓൺ ആക്കി ഓഫ് ആക്കി മറ്റേ ട്രെയിലും ഓഫ് റോഡും എന്ന ക്ലിപ്പിംഗ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് അത്യാവശ്യം ഓഫ് റോഡും ട്രെയിൽസും ഒക്കെ എന്ന രീതിയിൽ വണ്ടി ഓടിച്ച് നോക്കി. സോ ദ ഇലക്ട്രോണിക്സ് ഇസ് റിയലി ഗുഡ്. ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഹിയോ റിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വൈബ്രേഷൻസ് നല്ല രീതിയിൽ ലോ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രസ് 200 വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ 210 ഓടിച്ച് നോക്കുമ്പോൾ വളരെ വൈബ്രേഷൻസ് കുറവാണ്. ഇറ്റ്സ് എ റിയലി ഗുഡ് ബൈക്ക്. അപ്പോൾ ഇതോടുകൂടി എക്സ്പ്രസ് 210 വീഡിയോ അവസാനിക്കുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഞാൻ ഈ വണ്ടി എടുത്തേക്കാണ്. ഇപ്പോൾ ഈ വണ്ടി കിട്ടാൻ വേണ്ടിയായിരുന്നു കുറേ നാൾ കാത്തുന്നത്. ശരിക്കും ഈ വണ്ടി കിട്ടാൻ നല്ല ഡിലേ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി ലോഞ്ച് ആയിട്ടുള്ളൂ. ഓൾമോസ്റ്റ് നിയർലി നല്ല ബുക്കിംഗ് ആ വണ്ടിക്കുണ്ട്. സോ എനിക്ക് ഒരു വണ്ടി എടുക്കാൻ പറ്റിയതിൽ ഓഫ് കോഴ്സ് ഐ എം റിയലി ഹാപ്പി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കുറേ ഓഫ് റോഡും കുറേ ട്രയൽ ബോക്സും ഇപ്പോൾ കുറേ വണ്ടികളുടെ റിവ്യൂസിങ് കാണണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ. സോ ദാറ്റ്സ് ഇറ്റ്. പീസ് ഔട്ട്.